നേപ്പാളിലെ ഭരണകക്ഷിയായിട്ടുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ചെയർമാൻ രവി ലാമിചാനെ ഇന്നേ ദിവസം അദ്ദേഹത്തിന്റെ ടീമുമായിട്ട് ഡൽഹിയിലെത്തുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണാൻ അവസരം കൊടുക്കുന്നു. നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തിരിക്കുകയാണ്. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ ഇന്ത്യ നേപ്പാളിന്റെ പ്രദേശങ്ങൾ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നുവെന്നും ഇന്ത്യയുടെ ചില പ്രദേശങ്ങൾ നേപ്പാളിന്റെ കയ്യിലുണ്ട് എന്നും ഒരു പ്രസ്താവന നടത്തുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടിയുടെ ചെയർമാൻ തന്നെ നേരിട്ടിപ്പോ ഇന്ത്യയിലോട്ട് എത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്യുന്നത്. ഇതിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നേരത്തെ നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അധികാരത്തിലെത്തിയതിനു ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. നയതന്ത്ര തലത്തിൽ താൻ കൂടിക്കാഴ്ച നടത്തുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുമായിട്ടോ ഏറ്റവും കുറഞ്ഞ പക്ഷം മറ്റൊരു രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ടോ മാത്രമായിരിക്കും. അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് താൻ കൂടിക്കാഴ്ച നടത്തില്ല എന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ തുടർന്ന് ഈ അടുത്തിടെയോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടു. നേപ്പാളിലേക്ക് പോകാനിരുന്ന ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യാത്ര പിൻവലിച്ചു. കാരണം നേപ്പാൾ പ്രധാനമന്ത്രി അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ വിസമ്മതിച്ചു എന്നായിരുന്നു വാർത്തകൾ വന്നത്. അതിന് പിന്നാലെ വേറൊരു വാർത്ത കൂടി വന്നു. സെർജിയോ ഗോർ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ ആണ്. അദ്ദേഹം നേപ്പാൾ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ഒരു ശ്രമം നടത്തിയപ്പോഴും നേപ്പാൾ പ്രധാനമന്ത്രി അതിനോട് വിസമ്മതമാണ് അറിയിച്ചത്. അമേരിക്കയുടെ പല നയതന്ത്ര ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും അനുവാദം കൊടുത്തില്ല. ഇപ്പോഴത്തെ നേപ്പാൾ പ്രധാനമന്ത്രിയുടെ തീരുമാനം മറ്റ് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരെ മാത്രമേ അല്ലെങ്കിൽ മുകളിലോട്ടുള്ള ഭരണാധികാരികളെ മാത്രമേ കാണുകയുള്ളൂ എന്നതാണ്. നയതന്ത്ര ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തില്ല. അത് ഇന്ത്യയുടേതെന്നല്ല, അമേരിക്കയുടെയോ ചൈനയുടെയോ ഉദ്യോഗസ്ഥരുമായിട്ടാണെങ്കിലും കൂടിക്കാഴ്ച താൻ നടത്തില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. നേപ്പാളിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇന്ത്യക്ക് മാത്രമല്ല, ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ താല്പര്യമുണ്ട്. പലപ്പോഴും അമേരിക്കയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒരു ശല്യവുമാണ്. അപ്പൊ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാണാൻ അനുമതി കൊടുക്കുകയും അമേരിക്കയുടെയോ ചൈനയുടെയോ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്താൽ നേപ്പാൾ ഇന്ത്യയുടെ പക്ഷത്താണ് എന്നൊരു വ്യാഖ്യാനം വരും. അതുകൊണ്ടായിരിക്കാം വിക്രം മിശ്രിക്ക് അവസരം കൊടുക്കാത്തത്. അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് ആണ്, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്, നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ ഒരു സെക്രട്ടറി ആണല്ലോ, അല്ലാതെ ഒരു പൊളിറ്റീഷ്യൻ അല്ല. എന്നാൽ വിദേശകാര്യ മന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അങ്ങനെയുള്ള പദവികളിലുള്ളവരെ മാത്രമേ താൻ കാണുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ അത് ഒരു പക്ഷേ നേപ്പാളിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എടുത്തതൊരു നല്ല തീരുമാനമായിരിക്കാം. പക്ഷേ ഇന്ത്യയിൽ അത് വലിയ വാർത്തയായി. ഇന്ത്യക്കാർക്കിടയിൽ വലിയ അമർഷം നേപ്പാൾ പ്രധാനമന്ത്രിക്കെതിരെ അത് ഉണ്ടാവുന്നതിന് കാരണമായി. അതിന് പിന്നാലെ ഇയാൾ നേരത്തെ ഗ്രേറ്റർ നേപ്പാൾ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചൊരു വലിയ ഫോട്ടോയുണ്ട് ഇയാളുടെ മേയർ ആയിരുന്ന സമയത്ത് ഓഫീസിൽ. ഇത് വലിയ രീതിയിൽ ഇന്ത്യക്കാർക്കിടയിൽ വലിയ അമർഷം ഉണ്ടാക്കി. ഗവൺമെന്റും ഒരുപക്ഷെ ശക്തമായിട്ട് തന്നെ നയതന്ത്ര ചാനലുകൾ വഴി പ്രതികരിച്ചിരിക്കാം. ഇന്ത്യ അതൃപ്തിയിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ ചെയർമാൻ തന്നെ അദ്ദേഹം നേരിട്ട് വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സാധാരണ ഒരു പതിവുള്ളൊരു കാര്യമല്ല. അതായത് സാധാരണഗതിയിൽ വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടി തലവന്മാർ മാത്രമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. നരേന്ദ്രമോദി അങ്ങനെ ഒരു അവസരം ഒന്നും കൊടുക്കാറില്ല. നയതന്ത്ര പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സാധാരണയായി കൂടിക്കാഴ്ച നടത്താറുള്ളത് മറ്റ് രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരുമായിട്ടാണ്. അതായത് പ്രസിഡന്റ്, പ്രധാനമന്ത്രി അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ട്. ഇപ്പൊ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലോ റഷ്യയിലേക്ക് പോയാൽ വ്ളാഡിമിർ പുടിൻ അവരെ കാണാൻ തയ്യാറാവും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കാണാൻ തയ്യാറാവും. അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കാണാൻ തയ്യാറാവും. ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ കാണാൻ തയ്യാറാവും. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ഒരു അടുപ്പം അനുസരിച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറോ പോയാൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ അവരുമായി ചർച്ച നടത്താൻ തയ്യാറാവും. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇന്ത്യയോട് വലിയ വിധേയത്വമോ ഇന്ത്യക്ക് വലിയ സ്വാധീനമോ ഉള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറോ സ്റ്റേറ്റ് സെക്രട്ടറിയോ ഒക്കെ പോയാൽ അവരെയും കാണാനായിട്ട് മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ തയ്യാറാവാറുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വരികയാണെങ്കിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ അവരെ കാണാൻ തയ്യാറാവും. അപ്പൊ ഇത് നയതന്ത്രത്തിൽ വളരെ പ്രധാനമാണ്. പലപ്പോഴും ഈ നയതന്ത്ര ഉദ്യോഗസ്ഥർ വരുന്നത് പ്രസിഡന്റിന്റെയോ പ്രധാനമന്ത്രിയുടെയോ ഒക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇന്ത്യയിലെ ഭരണാധികാരിക്കോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിക്കോ കൈമാറാനായിരിക്കും. കാരണം ഫോൺ വഴിയൊന്നും എല്ലാ വിഷയങ്ങളും ഇന്നത്തെ കാലത്ത് സുരക്ഷിതമായിട്ട് കൈമാറാൻ കഴിയില്ല. അങ്ങനെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് യുഎഇയുടെ ഭരണാധികാരി
ഭരണാധികാരി നേരിട്ട് ഇന്ത്യയിലേക്ക് ഓടി വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ചർച്ച നടത്തിയത്. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഫോൺ കോളിൽ പറയാമായിരുന്നു. അദ്ദേഹം നേരിട്ട് വന്നത് പല കാര്യങ്ങളും ഇന്ന് ഫോണിലൂടെ പറയുന്നതൊന്നും സേഫ് അല്ല എന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ നേപ്പാളിലെ പാർട്ടിയുടെ ചെയർമാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ കാര്യമായിട്ട് എന്തോ മോദിയോട് പറയാനുണ്ട്. മാത്രമല്ല പാർട്ടി ടു പാർട്ടി നയതന്ത്രം കൂടി ഇവിടെ തെളിഞ്ഞു വരികയാണ്. BJP വിദേശ രാജ്യങ്ങളിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിനായിട്ട് നോ BJP എന്നൊരു പദ്ധതി കൂടി നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പല വിദേശ പാർട്ടി നേതാക്കളും ഡൽഹിയിലെ അടുത്തിടെയായിട്ട് എത്തിയിട്ടുണ്ട്. അവർ സാധാരണയായിട്ട് BJP ദേശീയ പ്രസിഡന്റിനെയാണ് കാണാറുള്ളത്. തന്ത്രപ്രധാനമായ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ വരികയോ ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിയുമായിട്ട് സുപ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവയ്ക്കാനായിട്ട് ഒരു വ്യക്തി വരികയോ ചെയ്താൽ മാത്രമാണ് നരേന്ദ്രമോദി അവരുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവുന്നത്. രവി ലാമി ചാനെ വെറുമൊരു പാർട്ടി നേതാവല്ല, മറിച്ച് നേപ്പാളിലെ നിലവിലെ ഭരണകക്ഷിയായ പാർട്ടിയുടെ ചെയർമാനാണ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം അദ്ദേഹം വന്നിട്ടുണ്ടാവുക. പ്രധാനമന്ത്രിയുടെ നിലപാടുകളിൽ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടിയായിരിക്കും അദ്ദേഹം ഇപ്പോൾ വന്നിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ വൈകാതെ വ്യക്തമാകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.